പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയ നിരവധി UDF പ്രവർത്തകർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കോടതി ജാമ്യം നൽകിയതോടെയാണ് കള്ളക്കേസിന്റെ കണ്ണികൾ പൊട്ടിച്ച് UDF പ്രവർത്തകർ ജയിലിന് പുറത്തിറങ്ങിയത്. വൻ ജനാവലിയാണ് പ്രവർത്തകരെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. മാലയിട്ട് സ്വീകരിച്ച പ്രവർത്തകരുമായി പേരാമ്പ്ര ടൗണിലൂടെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് ജനാവലി കടന്നുപോയത്. പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കാട്ടി പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന LDF ആരോപണത്തിന് പിന്നാലെയാണ് പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജീവൻ അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ അത് പൊട്ടിത്തെറിച്ചെന്നുമാണ് FIR-ൽ പറയുന്നത്. പോലീസിന്റെ ഈ ആരോപണങ്ങൾ കോടതി തള്ളി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ഒക്ടോബർ 10-നുണ്ടായ സംഘർഷത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് വൈകിട്ട് 5:45 മുതൽ 8:30 വരെ പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും FIR-ൽ പറയുന്നുണ്ട്. കേസെടുത്തതിന് പിന്നാലെ തന്നെ പേരാമ്പ്രയിൽ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്ന് റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് റൂറൽ SP പറഞ്ഞത്. ഇതിനിടെയാണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി കാട്ടി പേരാമ്പ്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർക്കെതിരെ അറസ്റ്റും അന്വേഷണവുമായി പോലീസ് നടപടികൾ കടുപ്പിക്കുന്നതിനിടെ സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് കോൺഗ്രസ് ഞെട്ടിച്ചത്. സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസും CPM പ്രവർത്തകരും നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് എന്ന ദൃശ്യങ്ങൾ നിരത്തിയുള്ള കോൺഗ്രസ് വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെതിരെ പേരാമ്പ്രയിൽ DYSP ഓഫീസിന് മുന്നിൽ UDF സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. സംഘർഷമുണ്ടായ രാത്രി 7:16 ശേഷമുള്ള 6 ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിനിടയിൽ പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു വസ്തു വന്ന് പൊട്ടുന്നതാണ് ഒരു ദൃശ്യത്തിലുള്ളത്. പോലീസ് നിൽക്കുന്ന ഭാഗത്ത് CPIM-കാർ ആയുധങ്ങളുമായി ഉണ്ടായിരുന്നെന്നും ആ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നതെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചിരുന്നു. ഇതും കോടതി അംഗീകരിച്ചതിന്റെ ഭാഗമായാണ് പ്രവർത്തകർ പുല്ലുപോലെ പുറത്തിറങ്ങിയത്.